Dear students, welcome to CS Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് നമ്പർ 1 HDL അബ്സ്ട്രാക്ഷൻ. HDL എന്ന് പറയുമ്പോഴത്തേക്കും ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വെരിലോഗ് കൺസ്ട്രക്ട്സ്. ഈ രണ്ട് ടോപ്പിക്സും 2024 സ്കീമിൽ ആഡ് ചെയ്ത പുതിയ ടോപ്പിക്സ് ആണ്. സോ വെരിലോഗ് കൺസ്ട്രക്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ ജസ്റ്റ് ഡേറ്റ ടൈപ്പ് മാത്രമായിരിക്കും. അതിൽ വേറെ രണ്ട് ടോപ്പിക്സ് കൂടെ ഉണ്ട്. That will be covered in the subsequent videos. So let's get started with HDL abstraction. First of all, HDL abstraction, HDL എന്താണെന്ന് നമുക്ക് നോക്കാം. HDL എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. ഓക്കെ, സോ നമ്മളൊരു നോർമലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കൊരു വലിയ സർക്യൂട്ട് അല്ലെങ്കിൽ ഹാർഡ്വെയർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനുള്ള നമുക്ക് ഒരു കോഡ് നമ്മൾ അങ്ങനെ എഴുതാറില്ല, റൈറ്റ്? സോ അതിനുവേണ്ടി അങ്ങനത്തെ ഒരു ലോജിക്കൽ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനത്തെ സർക്യൂട്ട്സിന് വേണ്ടി കോഡ് എഴുതുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഇൻ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത്, റൈറ്റ്? സോ ഇനി HDL അബ്സ്ട്രാക്ഷൻ നമുക്ക് നോക്കാം എന്താണ്. HDLs were originally defined to be able to model behavior at multiple level of abstraction. സോ നമ്മൾ നേരത്തെ അബ്സ്ട്രാക്ഷൻ എന്താന്നുള്ള കാര്യം നമ്മൾ ഊപ്പിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താന്നുള്ള കാര്യം just let's try to understand what it is. Okay, suppose നമ്മളൊരു വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുവാണ്, alright? We want to make a house, right? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി നമ്മൾ ആ ഹൗസിന്റെ ഒരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്? നമ്മുടെ എൻട്രൻസ് എവിടെ ആയിരിക്കണം, കാർ പോച്ച് എവിടെ ആയിരിക്കണം, ലിവിംഗ് റൂം എവിടെ ആയിരിക്കണം, കിച്ചൺ എവിടെ ആയിരിക്കണം, റൈറ്റ്? അപ്പൊ വി ആർ ജസ്റ്റ് ഡ്രോയിങ് എ സ്കെച്ച്. ആ സമയത്ത് നമ്മൾ എന്താണ് അതിൽ ഏത് ഫ്ലോറിംഗ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താണ് സ്വിച്ചസ് എങ്ങനെയായിരിക്കണം, വയറിംഗ് എങ്ങനെയായിരിക്കണം, വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ഓൾ ദോസ് തിങ്സ് at that level of design. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയും, റൈറ്റ്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ജസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിന് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസും വേറെ ഡീറ്റെയിൽസിനെല്ലാം നമ്മൾ ആ സമയത്ത് വേണ്ടി മാറ്റി വെക്കുകയാണ്, റൈറ്റ്? അതിനുശേഷം നമ്മൾ ഈ ലേ ഔട്ട് ഉണ്ടാക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആ ലേ ഔട്ടിനെ പ്രോപ്പർലി ആ സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, റൈറ്റ്? സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കണം, ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. ആ സമയത്തായിരിക്കും നമ്മൾ ഏത് സിമെന്റ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് ദ ലേ ഔട്ട് ഈസ് മെയ്ഡ് ദെൻ വി ആർ വറീഡ് അബൌട്ട് ദി വയറിംഗ് ആൻഡ് ഓൾ, റൈറ്റ്? എന്നിട്ട് നമ്മൾ എന്താണ് ബൾബ് എങ്ങനത്തെ വേണം, നമ്മൾ ലൈറ്റിംഗ് എങ്ങനെയായിരിക്കണം, റൈറ്റ്? അതൊക്കെ പിന്നീടാണ് വരുന്നത്, റൈറ്റ്? സോ യു ക്യാൻ സി മെനി ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ദെയർ. സോ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ, റൈറ്റ്? അതുപോലെ തന്നെ വെൻ വി ആർ ഡീലിംഗ് വിത്ത് ലോജിക് സിസ്റ്റം ഡിസൈൻ, നമുക്ക് ഏതെങ്കിലും ലോജിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദെയർ ആർ മെനി ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ, right? So second point, so abstraction, so you can see abstraction is an important concept in engineering design because it allows us to specify how systems will operate without getting consumed prematurely with implementation details, right? നമ്മുടെ എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, നമ്മൾ വീടിന്റെ ലേ ഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഏത് സിമെന്റ് ആണ്, ലൈറ്റിനിങ് ഏതാ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്യത്തില്ല, റൈറ്റ്? അത് ആ ടൈമിൽ വരുമ്പോൾ ആ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുള്ളൂ, റൈറ്റ്? സോ ഗെറ്റിംഗ്, യു ക്യാൻ സീ one second, you can see getting prematurely with implementation details, right? അപ്പോൾ നമ്മൾ എന്താണ് ആദ്യമേ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എന്താണ് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യത്തില്ല, all right? Now next is by removing the details of the lower level implementations, simulations can be conducted in a reasonable amount of time to model the higher level functionality, right? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ലോവർ ലെവൽ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് സിമുലേഷൻസ്, നമ്മൾ വേണ്ട സിമുലേഷൻസും അതിന്റെ ഫങ്ഷണാലിറ്റി ഒക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇതെങ്ങനെ ഇവൻച്വലി ഇരിക്കണം എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വിതൗട്ട് ബോദറിങ് അബൌട്ട് ദി ലോവർ ലെവൽ ഡീറ്റെയിൽസ്. ഒബ്വിയസ്ലി ആ ലോവർ ലെവലിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തേ മതിയാവും, റൈറ്റ്? സോ ലെറ്റ് us നമ്മൾ വീണ്ടും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സപ്പോസ് ഇനീഷ്യലി നമുക്ക് എന്താ മെറ്റീരിയൽ വേണം, റൈറ്റ്? ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽസിന് അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം? സർക്യൂട്ട് ഡിസൈൻ പ്രോപ്പർ ആയാൽ മാത്രമേ നമ്മൾ മെറ്റീരിയലിലോട്ട് പോവുള്ളൂ. ദെൻ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഗേറ്റ്സ്, നമുക്ക് വേണ്ട ലോജിക്കൽ ഡിസൈൻ ഉള്ള ഏതൊക്കെ ഗേറ്റ്സ്, അപ്രോപ്രിയേറ്റ് ഗേറ്റ്സ് ആണ്, അത് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടേ നമുക്ക് സർക്യൂട്ട്സിലോട്ട് നമ്മൾ പോവുള്ളൂ, റൈറ്റ്? അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നത്, ഒരു ഇൻഫോർമേഷൻ എങ്ങനെയായിരിക്കും
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള കാര്യം ആദ്യം ഡിസ്കസ് ചെയ്യണം, റൈറ്റ്? അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യണം? അൽഗോറിതം എങ്ങനെ വർക്ക് ചെയ്യും, CPU, RAM, ROM, IOs ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യും, ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. ഏറ്റവും ടോപ്പ് ലെവൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്തായിരിക്കും? സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, റൈറ്റ്? സോ യു ക്യാൻ സീ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിസ്റ്റം ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അൽഗോറിതം, ദെൻ രജിസ്റ്റർ ട്രാൻസ്ഫർ, ദെൻ വി വറി അബൌട്ട് ഗേറ്റ്, ദെൻ വി വറി അബൌട്ട് സർക്യൂട്ട്, ദെൻ എന്താ നമ്മൾ എന്താണ് മെറ്റീരിയൽസ് എങ്ങനെ വെക്കണം, അതിനെങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, റൈറ്റ്? സോ യു ക്യാൻ സീ ഇൻ ദിസ് പെർട്ടിക്കുലർ വേ യു ക്യാൻ സീ ലോ ലെവൽ ഡീറ്റെയിൽസ്. അപ്പൊ താഴെ പോകുന്തോറും ലോ ലെവൽ ഡീറ്റെയിൽസ് കൂടി വരും, റൈറ്റ്? അപ്പൊ ഇനീഷ്യലി നമുക്ക് സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യണം അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മളെ വീടിന്റെ എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ സിസ്റ്റം ഈസ് കറസ്പോണ്ടിങ് ടു വാട്ട്? ദി ലേ ഔട്ട്, ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദി ഹൗസ്. അറ്റ് ദാറ്റ് ടൈം വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് വാട്ട്, ഹൗ ദി വയറിംഗ് ഷുഡ് ബി, അല്ലെങ്കിൽ ഏത് സിമെന്റ് യൂസ് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെന്താണ്? താഴത്തോട്ട് വരുന്തോറും നമ്മൾ എന്താണ് ആ ഡീറ്റെയിൽസ് കൂടി വരുവാണ്. തിരിച്ച് നമ്മൾ അബ്സ്ട്രാക്ഷന്റെ ലെവലിൽ നോക്കുവാണെങ്കിൽ മോള് കൂടുന്തോറും അബ്സ്ട്രാക്ഷൻ കൂടി വരും. ദാറ്റ് മീൻസ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല അതിന്റെ അർത്ഥം. ഓൾറൈറ്റ്. സി നമുക്കൊരു അനോളജി വെച്ച് നമുക്ക് നോക്കാം. നമ്മുടെ വീടിന്റെ എക്സാമ്പിൾ നോക്കി, പക്ഷെ നമുക്ക് വേറൊരു സപ്പോസ് വി ആർ തിങ്കിങ് അബൌട്ട് ടോയ് പ്ലെയിൻ, ഓക്കെ, ഒരു എയ്റോപ്ലെയിൻ വിച്ച് ഇസ് ടോയ്. അപ്പൊ അതിന് സിസ്റ്റം ലെവൽ എന്റെ സങ്കല്പത്തിലുള്ളത് ഇതേപോലത്തെ ഒരു ടോയ് വേണം എനിക്ക്, റൈറ്റ്? സോ ഞാൻ അടുത്ത എന്തായിരിക്കും? അൽഗോറിതമിക് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ബിഹേവ് ചെയ്യണം, ഏത് ഷാഫ്റ്റ് കറങ്ങണം, റൈറ്റ്? ഈ കാര്യങ്ങൾ എന്താണ് അൽഗോറിതമിക് ലെവലാണ്, റൈറ്റ്? നെക്സ്റ്റ് എന്താണ്? RTL, റൈറ്റ്? RTL ലെവലിലുള്ള എന്തായിരിക്കും? അനോളജിയിൽ എന്തായിരിക്കും? വയറിംഗ് എങ്ങനെയായിരിക്കും, ഇന്റേണൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യണം, ഓൾറൈറ്റ്? നെക്സ്റ്റ് എന്താണ്? ഗേറ്റ് ലെവൽ. ഗേറ്റ് ലെവൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അതിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് എനിക്ക് വേണ്ടി വരും, റൈറ്റ്? ദെൻ അടുത്ത എന്താണ്? മെറ്റീരിയൽ ലെവൽ. മെറ്റീരിയൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റൈറ്റ്? ഏത് ക്വാളിറ്റി, റൈറ്റ്? എന്ത് ടൈപ്പ്, സപ്പോസ് വുഡ് വേണോ, സ്റ്റീൽ വേണോ, റൈറ്റ്? അമാൽഗം വേണോ, എന്ത് വേണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മെറ്റീരിയൽ ലെവലിൽ. സോ യു ക്യാൻ സി അബ്സ്ട്രാക്ഷൻ എവിടെയാണ്? മുകളിലാണ്. സിസ്റ്റം ലെവൽ നമ്മൾ എന്താണ്? ഐ വാണ്ട് എ ടോയ് പ്ലെയിൻ, റൈറ്റ്? ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് അൽഗോറിതം. നമ്മൾ ആദ്യം എനിക്ക് ഒരു പ്ലെയിൻ വേണം, ആ പ്ലെയിൻ മോഡൽ എങ്ങനെ, ആ സമയത്ത് വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെറ്റീരിയൽസ് ആൻഡ് ഗേറ്റ് ആൻഡ് RTL ആൻഡ് വാട്ട് നോട്ട്, റൈറ്റ്? നമ്മൾ ആ സമയത്ത് എന്താണ്? ജസ്റ്റ് ഇങ്ങനെ ഇരിക്കണം എന്റെ മോഡൽ, റൈറ്റ്? ദിസ് ഇസ് കോൾഡ് ആസ് അബ്സ്ട്രാക്ഷൻ. നൗ യു ക്യാൻ സി ദ ലോ ലെവൽ ഡീറ്റെയിൽസ് താഴെ പോകുന്തോറും കൂടി വരുവാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ സിസ്റ്റം ലെവൽ എന്താണെന്നുള്ള അതിന്റെ ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ദ ഹയസ്റ്റ് ലെവൽ ഓഫ്, ആസ് വി ഹാവ് ഡിസ്കസ്, ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് abstraction. Okay, I'm sorry, highest level of abstraction. At this level, behavior of a system is described by stating a set of broad specification. Okay, adenda just ഒരു എക്സാമ്പിൾ നോക്കുക. സി നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. The computer system will perform 10 tera floating point operations per second. ഇപ്പൊ എന്താണ്? 10 T-flops എന്ന് പറയും, റൈറ്റ്? ഇപ്പൊ എന്താണ്? 10 tera floating point operations ഒരു സെക്കൻഡിൽ പെർഫോം ചെയ്യണം. എന്താണ്? ഡബിൾ പ്രിസിഷൻ ഡേറ്റയിൽ വേണം ഇത് പെർഫോം ചെയ്യാൻ. ആൻഡ് 100 വാട്ടിൽ കൂടുതൽ പവർ ഇത് കൺസ്യൂം ചെയ്യാനും പാടില്ല. ഇത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. അതായത് എന്റെ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കണം എന്ന കാര്യം ഞാൻ ആദ്യമേ പറയുവാണ്. ഇത് എങ്ങനെ ചെയ്യും, ദാറ്റ് ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് അറ്റ് ദാറ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, സോ സിസ്റ്റം ലെവലിലുള്ള അബ്സ്ട്രാക്ഷൻ ഇങ്ങനെ ഇരിക്കും. Now, these specifications do not see, like I said, do not dictate the lower level details such as type of logic family അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ, റൈറ്റ്? ഇതൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. Alright. Now let's look at algorithmic level. Okay. So specification begin to be broken down into subsystems. ഇനി നമ്മൾ ആ ഒരു റിക്വയർമെന്റ് പറഞ്ഞിട്ട്, റൈറ്റ്? 10 T-flops വേണം, 100 പവറിനേക്കാളും കൂടുതൽ ആവാൻ പാടില്ല, 100 വാട്ടിനേക്കാളും, റൈറ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെ ആ സ്പെസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും ടു സബ്സിസ്റ്റംസ്, റൈറ്റ്? സോ സബ്സിസ്റ്റംസ് വെച്ച് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഓരോത്തിന്റെയും അസോസിയേറ്റഡ് ബിഹേവിയർ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ കാണിക്കണം. ദിസ് ഈസ് കോൾഡ് ആസ് ദി അൽഗോറിതമിക് ലെവൽ, റൈറ്റ്? ദാറ്റ് വിൽ അക്കംപ്ലിഷ് എ പാർട്ട് ഓഫ് ദി പ്രൈമറി ടാസ്ക്. ഓക്കെ, സോ നമ്മുടെ ഈ എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണത്? ദിസ് വൺ CPU, റൈറ്റ്? CPU, RAM, ROM, IO ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് എങ്ങനെയായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അതായിരിക്കും അടുത്ത ലെവൽ, റൈറ്റ്? സോ അറ്റ് ദിസ് ലെവൽ ദി എക്സാമ്പിൾ കമ്പ്യൂട്ടർ സ്പെസിഫിക്കേഷൻ മൈറ്റ് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സബ്സിസ്റ്റംസ് സച്ച് ആസ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU to perform the computation and random access memory RAM to hold the inputs and outputs of the computation, right? അപ്പൊ ആദ്യം നമ്മൾ സിസ്റ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത ലെവലിൽ എന്തായിരിക്കും? RAM എങ്ങനെയായിരിക്കണം, ROM എങ്ങനെയായിരിക്കണം, CPU എങ്ങനെ ബിഹേവ് ചെയ്യണം, ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യും, റൈറ്റ്? Next would be register transfer level.
രജിസ്റ്റർ സയൻസ് എന്ന് പറയുന്നത് ഹൗ ഡേറ്റ ഇസ് മൂവ്, റൈറ്റ്? ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഹൗ ഡേറ്റ ഇസ് മൂവ് ബിറ്റ്വീൻ ആൻഡ് വിതിൻ സബ് സിസ്റ്റംസ്, റൈറ്റ്, are described in addition to how data is manipulated based on system inputs. So ഈ ലെവൽ നമ്മൾ ഇത്ര മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ, എങ്ങനെയായിരിക്കും ഒരു ഡേറ്റ ട്രാൻസ്ഫർ ആവുന്നത്, റൈറ്റ്? സോ അത് ഇവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് അബ്സ്ട്രാക്ഷൻ ഇസ്. വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദിസ് ഓൺ സിസ്റ്റം ലെവൽ. അതെന്താണ്? അത് ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആയതുകൊണ്ട്. റൈറ്റ്, നൗ ഗേറ്റ് ലെവൽ എന്തായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഏതൊക്കെ ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്യും നമ്മൾ. നൗ ദിസ് വിൽ നോട്ട് ബി ഡിസ്കസ്ഡ് ഇൻ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്, റൈറ്റ്? The gate level is essentially a schematic, ഒരു സ്കീമാണത്, റൈറ്റ്? ഏറ്റവും ബേസിക് കാര്യം അവിടെയാണ്. അതായത് ഇംപ്ലിമെന്റേഷൻ ഡേറ്റ് നമ്മൾ തുടങ്ങുന്നത് ബേസിക്കലി അവിടെ ആയിരിക്കും. ദാറ്റ് കണ്ടെയ്ൻസ് ദി കോമ്പണൻസ് ആൻഡ് കണക്ഷൻസ്, ആക്ച്വൽ കോമ്പണൻസും കണക്ഷൻ ദാറ്റ് വിൽ ഇംപ്ലിമെന്റ് ദി ഫംഗ്ഷനാലിറ്റി ഫ്രം ദി അബവ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻസ്. സോ മുകളിൽ കിട്ടുന്ന ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻസ് ഉണ്ടല്ലോ, ആദ്യം നമുക്ക് ഒരു ഐഡിയ കിട്ടി, ദെൻ വി ടോക്ഡ് അബൌട്ട് റാം റോം എങ്ങനെ ഇരിക്കണം, ദെൻ ആക്ച്വലി എങ്ങനെ ഡേറ്റ മൂവ്, ഇതിനെല്ലാം ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഗേറ്റിലായിരിക്കും. കോമ്പണൻസ് ആക്ച്വലി ഏതൊക്കെ ബേസിക് ഗേറ്റ്സ് വേണം, കോമ്പണന്റ് എങ്ങനെയായിരിക്കും, ICs ഏതൊക്കെ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, അത് നമ്മൾ ഗേറ്റ് ലെവലിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? നൗ when we come to circuit level, it describes the operation of the base. നമ്മൾ ഏതൊക്കെയാണ് ബേസിക് ഗേറ്റ്സ് ഏതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനി അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അതിനേക്കാളും താഴത്തെ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലായിരിക്കും, where more details are added, right? Like how the operation of the gates are performed, പിന്നെന്താണ്, and registers using transistors, wires, right? All these things, wires and transistors, പിന്നെ വേറെ equipments such as resistors and capacitors, ഇതെല്ലാം എന്താണ്? സർക്യൂട്ട് ലെവലിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് കുറച്ചുകൂടെ താഴത്തെ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. ആൻഡ് ലോ ലെവൽ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലെവലും കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് മെറ്റീരിയൽ ലെവലിലോട്ട് വരുന്നത്, ദാറ്റ് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഡിസൈൻ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി മെറ്റീരിയൽ ലെവൽ. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഹൗ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആർ കമ്പൈൻഡ് ആൻഡ് ഷേപ്ഡ് ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ദി transistors, device and wires from the circuit level. Basically നമ്മൾ എന്താണ് ഇത് ഏറ്റവും ടോപ്പ് നമ്മൾ കാണുന്നത്, നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വേണം നമുക്ക് പറയാം, അത് മെറ്റീരിയൽ ലെവലായിരിക്കും. അപ്പൊ എന്താണ്, ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടി വരും, റൈറ്റ്? സോ ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് ആസ് ദി HDL abstraction. So let's discuss about Verilog, right? Okay, Verilog എന്താണ്? It's a hardware description language. So it's an HDL, okay, that is used to describe digital system and circuits in the form of code. Okay, അപ്പൊ എന്താണ്, നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിനെയും സർക്യൂട്ട്സിനെയും നമുക്ക് കോഡിന്റെ ഫോമില് കാണാനും എഴുതാനും മനസ്സിലാക്കാൻ വേണ്ടി ഒരുക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Verilog. സോ എന്താ Verilog? ഇറ്റ്സ് എ HDL. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. Verilog എന്താണ്? ഒരു ലാംഗ്വേജ് ആണ്, ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. നമ്മൾ ഒരു ചെറിയൊരു ലോജിക്, സപ്പോസ് പ്രൈം നമ്പർ ചെക്കിംഗ്, ആംസ്ട്രോങ് ചെക്കിംഗ്, ഇത് നമ്മുടെ ഒരു ലോജിക് അല്ലേ, റൈറ്റ്? അപ്പൊ ഈ പ്രോബ്ലം ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അതിന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി, സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് സച്ച് ആസ് C, Python, റൈറ്റ്? പക്ഷെ അതുപോലെ തന്നെ ഒരു ചെറിയ സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ലോജിക്കൽ സർക്യൂട്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. ആ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജിന്റെ ഒരു ടൈപ്പ് ആണ് Verilog. Alright, so I hope you understood what is the definition of Verilog. Okay. Now, ഇനി Verilog constructs, right? Verilogil വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? 3 കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത്. നമ്പർ 1 ഡേറ്റ ടൈപ്സ്, നമ്പർ 2 the modules, നമ്പർ 3 ഓപ്പറേറ്റേഴ്സ്. സോ ഡേറ്റ ടൈപ്സ്, മോഡ്യൂൾസ്, ഓപ്പറേറ്റേഴ്സ്. ഡേറ്റ ടൈപ്സ് നിങ്ങൾ വിചാരിക്കുന്ന അതേ സംഭവം തന്നെയാണ്. ഡേറ്റ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് നമുക്ക് Verilogil ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. മോഡ്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫംഗ്ഷൻസ്, നമ്മൾ സിയിൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് മോഡ്യൂൾസും ഇവിടെ കാണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് Verilog കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. നൗ റിമെമ്പർ, ഈ കാര്യം നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ജസ്റ്റ് അതിന്റെ എന്താണ് ഡെഫിനേഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, റൈറ്റ്? നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ലാബിലുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാനുണ്ട്. സോ ഇൻ ദ സബ്സിക്വന്റ് വീഡിയോസ് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ നമ്മൾ നോക്കും. ബട്ട് ഇൻ ദിസ് വീഡിയോ വി ആർ ഓൺലി ഡിസ്കസിങ് വാട്ട് ഈസ് ഡേറ്റ ടൈപ്പ്, റൈറ്റ്? അടുത്ത വീഡിയോയിൽ നമ്മൾ മോഡ്യൂൾസ് എന്താണെന്ന് നമ്മൾ നോക്കും, then followed by what is operators, then we will start to learn the practical aspect of it. All right, so let's get started with data types. So Verilog concept first topic, data types. Data types ൽ 3 കാര്യങ്ങൾ, data types ൽ 3 കാര്യങ്ങളുണ്ട്, റൈറ്റ്? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാല്യൂ സെറ്റ് ആണ്. വാല്യൂ എന്തൊക്കെ വാല്യൂസ് ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, റൈറ്റ്? Verilog supports 4 basic values. 4 ബേസിക് വാല്യൂസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. That is signal can take. Remember,
ഇതെന്താണ്? ഒരു ലോജിക് സിഗ്നൽസ്, ലോജിക് സർക്യൂട്ട്സിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ സർക്യൂട്ട്സ് ഓൾവേസ് കൺസേൺ വിത്ത് വാട്ട്? സിഗ്നൽസ്. അപ്പൊ ഏതൊക്കെ സിഗ്നൽസ്? നമ്മൾ സീറോ, നമുക്കറിയാം ലോ ലോജിക്കിനെ കാണിക്കാൻ വേണ്ടി, 1 ഫോർ ഹൈ ലോജിക്, ആൻഡ് യു ഹാവ് 2 symbols such as X and Z. Okay, so what are these? In the table you can see 0 എന്ന് പറയുമ്പോൾ എന്താണ്? ലോജിക് 0. എന്തിനു വേണ്ടിയാണ്? ഫാൾസ് കണ്ടീഷനെ കാണിക്കാൻ വേണ്ടി. 1 എന്ന് പറയുമ്പോൾ എന്താണ്? ലോജിക് 1 ഫോർ വാട്ട്? ട്രൂ കണ്ടീഷൻ, അല്ലെങ്കിൽ ഹൈ ലോജിക് എന്ന് വേണം നമുക്ക് പറയാം. എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ വീഡിയോയിൽ നോക്കി, ചില സിറ്റുവേഷൻസിൽ അത് 0 ആണോ 1 ആണോ എന്നുള്ള കാര്യം നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ടാവും. അങ്ങനത്തെ അൺസർട്ടനിറ്റിനെ നമുക്ക് കാണിക്കാൻ സാധിക്കും യൂസിങ് എക്സ് ഓർ ക്യാപിറ്റൽ എക്സ്. ഓൾറൈറ്റ്, ഇനി അതിനാണ് അൺനോൺ എന്ന് പറയുന്നത്, അൺനോൺ ഓർ അൺഇനിഷ്യലൈസ്ഡ്. ഓൾറൈറ്റ്, സോ വാട്ട് ഈസ് സെഡ് അല്ലെങ്കിൽ സി എന്ന് പറയുമ്പോൾ ഹൈ ഇംപീഡൻസ് ആണ്. ഹൈ ഇംപീഡൻസ് എന്ന് പറയുമ്പോൾ വെൻ ദ സർക്യൂട്ട് ഈസ് നോട്ട് കണക്റ്റഡ്, ഒരു വാല്യൂസും അതിനകത്ത് വരുന്നില്ല, അതിന് നമ്മൾ എന്ത് പറയും? ട്രൈ സ്റ്റേറ്റഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എന്ന് പറയും. എന്താണ്? സർക്യൂട്ട് കണക്റ്റഡ് അല്ല. ഓൾറൈറ്റ്, സോ ദീസ് ആർ ദി 4 values which a signal can bear. റൈറ്റ്, അപ്പോൾ ഡേറ്റ ടൈപ്പിൽ വാല്യൂ എന്തൊക്കെയായിരിക്കും? ഈ 4 വാല്യൂസ്, 0, 1, X and Z. 0 is for logic 0, low logic അല്ലെങ്കിൽ false condition. 1 എന്ന് പറയുമ്പോൾ logic 1 അല്ലെങ്കിൽ true condition അല്ലെങ്കിൽ high logic. X എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അൺസർട്ടൺ ആണ്, അൺനോൺ ആണ്, അൺഇനിഷ്യലൈസ്ഡ് ആണ്. Z എന്ന് പറയുമ്പോൾ ഹൈ ഇംപീഡൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ട്രൈ സ്റ്റേറ്റഡ് എന്ന് പറയും. ഇപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല എന്ന് ചുരുക്കം പറഞ്ഞാൽ. ഓൾറൈറ്റ്, നൗ സെക്കൻഡ് തിങ്, നെറ്റ് ഡേറ്റ ടൈപ്സ്. നെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ്വർക്കിംഗ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെറ്റ് ഡേറ്റ ടൈപ്പ് ഈസ് വൺ ദാറ്റ് മോഡൽസ് ആൻഡ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ കോമ്പോണൻറ്റ്സ് ആൻഡ് ടേക്ക് ഓൺ വാല്യൂസ്. എന്താണ്? യു ക്യാൻ സി ഇന്റർ കണക്ഷൻ, യു ക്യാൻ സി എ നെറ്റ്വർക്കിംഗ് ബിറ്റ്വീൻ കോമ്പോണൻറ്റ്സ് ആൻഡ് ക്യാൻ ടേക്ക് വാല്യൂസ്. ഇത്രയും. സോ യു ക്യാൻ സി നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർനെറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് ആണ്. റൈറ്റ്, എങ്ങനെയാണ് കണക്ടിവിറ്റി നടക്കേണ്ടത്, ഒരു കോമ്പോണൻറ്റ്സ് തമ്മിലുള്ള കണക്ടിവിറ്റി എങ്ങനെയായിരിക്കും വരേണ്ടത്, അതെങ്ങനെ എസ്റ്റാബ്ലിഷ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഡേറ്റ ടൈപ്സ് ആണ് നെറ്റ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. യു ക്യാൻ സി ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് ആണ് വയർ എന്ന് പറയുന്നത്. വയർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്, വിച്ച് ഈസ് വെരി കോമൺ. റൈറ്റ്, ഇപ്പൊ ഈ വയർ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ ടൈപ്പ് ആണ്. സോ യൂസിങ് ദിസ് ഡേറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2-3 കോമ്പണൻസ് നമുക്ക് ആഡ് ചെയ്യാം. സപ്പോസ് നമ്മൾ വയർ എ, ഇപ്പൊ നമ്മൾ ഇന്റ് എ എന്ന് പറയുന്ന പോലെ യു ക്യാൻ സേ വയർ എ. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, അതെന്താണ്? അതിന്റെ ടൈപ്പ് വയർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ്, എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ കണക്ട് ബിറ്റ്വീൻ 2 or more കോമ്പണൻസ്. റൈറ്റ്, സോ അതുപോലെ എന്താണ്? ഒരുപാട് ഡേറ്റ ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് വയർ, നമുക്ക് എന്താ? യു ക്യാൻ സി വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എ സിമ്പിൾ കണക്ഷൻ ബിറ്റ്വീൻ കോമ്പോണൻറ്റ്സ്. ഫോർ എന്ന് പറയുമ്പോൾ എന്താണ്? വയർഡ് ഓർ എന്ന് പറയും. നമ്മൾ 2-3 വയർ ഉണ്ടെങ്കിൽ നമ്മൾ 3 സപ്പോസ് 3 വയേഴ്സ് ആർ ദെയർ, നമ്മൾ ആ 3 വയേഴ്സിനെ ഓർ വെച്ചിട്ട്, കണ്ടീഷൻ ഓർ ലോജിക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസൾട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ WOR നമ്മൾ യൂസ് ചെയ്യും. സപ്പോസ് 3 വയേഴ്സ് ഉണ്ട് ആൻഡ് വി വാണ്ട് ദി ഓർ ഓഫ് ദീസ് 3 വയേഴ്സ്, വാട്ട് ഡേറ്റ ടൈപ്പ് വിൽ യൂസ്? WOR അല്ലെങ്കിൽ WOR. സിമിലർലി വാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൻഡ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യണം. സോ വയേർഡ് ആൻഡ് എന്ന് പറയും. റൈറ്റ്, സോ മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സ് ഉണ്ട്. ഈ വയേഴ്സിനെ, ഈ ഡ്രൈവേഴ്സിനെ എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? ആൻഡ് ചെയ്തുള്ള വാല്യൂ വേണം. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? W ആൻഡ് യൂസ് ചെയ്യും. സിമിലർലി സപ്ലൈ 0 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സർക്യൂട്ടിൽ എന്തുണ്ടായിരുന്നു? VSS അല്ലെങ്കിൽ ഗ്രൗണ്ട് വാല്യൂ ഉണ്ടായിരുന്നു. റൈറ്റ്, അപ്പൊ ആ ഗ്രൗണ്ട് വാല്യൂ നമുക്ക് എങ്ങനെ കോഡിൽ കാണിക്കാൻ പറ്റും? യൂസിങ് സപ്ലൈ 0 എന്ന് പറയുന്ന വാല്യൂ. അതുപോലെ തന്നെ യു ക്യാൻ സി സപ്ലൈ 1. സപ്ലൈ 1 എന്തിനാണ്? VCC കാണിക്കാൻ വേണ്ടി. നമുക്കറിയാം നമ്മുടെ സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു VCC ഉണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. റൈറ്റ്, സോ VCCനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ് സപ്ലൈ 1. റൈറ്റ്, ആൻഡ് ട്രൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു വയർ. റൈറ്റ്, സോ ഇത് എന്താണ്? രണ്ടിനും നമുക്ക് എന്താണ്? ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. വയർ എന്താണോ അത് തന്നെയാണ് ട്രൈയും പറയുന്നത്. ഓൾറൈറ്റ്, ട്രൈ ഓർ എന്ന് പറയുമ്പോൾ അഗൈൻ ഇറ്റ് ഈസ് സിമിലർ ടു അല്ലെങ്കിൽ ഐഡന്റിക്കൽ ടു WOR. Try and എന്ന് പറയുമ്പോൾ it is identical to W and. Try 1, you can see try 1. It pulls up the logic to 1. Right? Try stated എന്ന് പറയുമ്പോൾ it can contain value 1, 0 and Z. Try stated എന്ന് പറയുമ്പോൾ എന്താണ്? It can have value 1, 0 and Z. അപ്പോൾ ട്രൈ 1 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ലോജിക്കിനെ 1 പുഷ് ചെയ്യും, 1 ആക്കി മാറ്റും. ഓൾറൈറ്റ്, ട്രൈ 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ആ ലോജിക്കിനെ 0 ആക്കി മാറും. വെൻ ഇറ്റ് ഈസ് ട്രൈ സ്റ്റേറ്റഡ്, ദാറ്റ് മീൻസ് ട്രൈ സ്റ്റേറ്റഡ് ആയിരിക്കുവാണ്. ഈ 3 സ്റ്റേറ്റിൽ ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം, ആ സിറ്റുവേഷനിൽ ഇരിക്കുവാണ്. ഏതൊക്കെ വാല്യൂസ്? 0, 1 ആൻഡ് Z. 0 is low logic, 1 is high logic,
Z is what? കണക്ഷൻ ഇല്ല, ആ രീതിയിൽ ഇരിക്കുവാണ്. അപ്പൊ എന്താണ് നമ്മൾ എന്ത് പറയും? ട്രൈ 1 യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് പുൾസ് ദി ലോജിക് ടു 1, ട്രൈ 0 യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് പുൾസ് ദി ലോജിക് ടു 0, റൈറ്റ്? Now try register എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൈ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹോൾഡ്സ് ലാസ്റ്റ് വാല്യൂ വെൻ ട്രൈ സ്റ്റേറ്റഡ്, റൈറ്റ്? നമ്മുടെ സർക്യൂട്ടിലെ ലാസ്റ്റ് വാല്യൂ എന്തായിരുന്നോ അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് എന്നാണ് ട്രൈ രജിസ്റ്റർ എന്ന് പറയുന്നത്. സി, ഇതിൽ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒബ്വിയസ്ലി നമ്മൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുമ്പോഴാണ്, നമ്മൾ ഇത് ഒരു എക്സാമ്പിൾ വെച്ച് കാണുമ്പോഴേ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. ഫോർ ദ ടൈം ബീങ് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദീസ് വാല്യൂസ് ആർ, അതിന്റെ മീനിങ് എന്താണെന്ന് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുള്ളൂ. ഓൾറൈറ്റ്. സിമിലർലി വേരിയബിൾ ഡേറ്റ ടൈപ്പ്, മൂന്നാമത്തെ ഡേറ്റ ടൈപ്പ് ആണ് വേരിയബിൾ ഡേറ്റ ടൈപ്പ്. ഓൾറൈറ്റ്. So Verilog also contains data types that model storage, right? ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ സ്റ്റോറേജിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സി, ഇന്റീജർ ഇന്റ് എ അല്ലെങ്കിൽ ഫ്ലോട്ട് എ എന്ന് പറയുമ്പോൾ എന്താണ്, ആ എ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റോറേജ് ആണ്, ഒരു മെമ്മറിയാണ്. അതുപോലെ തന്നെ വെരിലോഗിലും എന്തുണ്ട്, ഒരു സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? വേരിയബിൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയും, റൈറ്റ്? സോ യു ക്യാൻ സി. അപ്പൊ ആ വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും? ഒബ്വിയസ്ലി വാല്യൂസ് 4 ഉള്ളൂ. ഏതൊക്കെയാണ്? 0, 1, x ആൻഡ് z, റൈറ്റ്? സോ 0, 1, x ആൻഡ് z നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, ഈ വേരിയബിൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടി വരും, റൈറ്റ്? യു ക്യാൻ സി വാട്ട് ആർ ടൈപ്പ്. രജിസ്റ്റർ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ എന്ന് പറയുന്ന ടൈപ്പ് ആണ് രജിസ്റ്റർ എ, റൈറ്റ്? രജിസ്റ്റർ എയിൽ നമുക്ക് എന്താണ് 0, 1, x ആൻഡ് z നമുക്ക് സ്റ്റോർ ചെയ്യാം, റൈറ്റ്? A variable that models logic storage. Okay. Now integer എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതിന്റെ സൈസ് എന്താ? 32 ബിറ്റ് ആണ്, റൈറ്റ്? അതിന്റെ വാല്യൂ എവിടം വരെ ഉണ്ടാവും? ഇതാണ് അതിന്റെ റേഞ്ച്, റൈറ്റ്? യു ക്യാൻ സി ഇത് മൈനസ് എന്നാണ് തുടങ്ങുന്നത്. സോ 2⁻32 ആണ് ബേസിക്കലി ഇവിടെ എഴുതിയിരിക്കുന്നത്. റിയൽ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതിന് 64 ബിറ്റ്സ് ആണ്. യു ക്യാൻ സി ദ റേഞ്ച് 2.2 into 10⁻⁻⁻3082 ഇത്രയും. ടൈം എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടെ ഉണ്ട്. എന്താണ്? ഇറ്റ് ഇസ് അൺസൈൻഡ് 64 ബിറ്റ് വേരിയബിൾ ആണ്. ഇതിന്റെ റേഞ്ച് ഇത്രയാണ്, റൈറ്റ്? റിയൽ ടൈം എന്ന് പറയുന്നതും അതേപോലത്തെ ഒരു ടൈപ്പ് ആണ്. അത് റീഡബിലിറ്റിന് വേണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ടൈമും ആ ലോജിക്കിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ് അത് മാത്രം നമുക്ക് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്സ് ആണ് ഈ കാണുന്ന ടൈപ്സ്, ഓൾറൈറ്റ്? സോ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം, ഓൾറൈറ്റ്? അതുപോലെ തന്നെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ഉണ്ട്. സി, ഇതിന്റെ അനോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുമ്പോൾ അറേ നമ്മൾ യൂസ് ചെയ്യും. ബൈ ദ വേ ഇതിനകത്ത് അറേ ഉണ്ട്, പക്ഷേ വെക്ടർ എന്താ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കാം, ഓൾറൈറ്റ്? സോ സി, യു ക്യാൻ സി വെക്ടർ ഈസ് 1 dimensional array of elements. ഓക്കെ, 1 dimensional array of elements ആണ് ഇതിനെന്ന് പറയുന്നത് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഓൾറൈറ്റ്? സോ all of the net data types in addition to the variable type range can be used to form vectors. നമുക്ക് നോക്കാം സിന്റാക്സ് എങ്ങനെ ഇരിക്കും. യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. ടൈപ്പ് നമ്മൾ കൊടുക്കും MSB ഇൻഡെക്സ് കോളൻ LSB ഇൻഡെക്സ് വെക്ടർ നെയിം. സപ്പോസ് വയർ എന്ന് പറയുന്ന ടൈപ്പ് ആണ്. നമുക്കറിയാം വയർ എന്തിനു വേണ്ടിയായിരുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അതിന്റെ സൈസ് എത്ര ആയിരിക്കും? ഏറ്റവും MSB എന്തായിരിക്കും? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 7 ആയിരിക്കും. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും എഴുതുക. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഇറ്റ് ഫോംസ് എ വെക്ടർ. ആ വെക്ടറിന്റെ പേരെന്താണ്? സം ആണ്, ഓൾറൈറ്റ്? സോ ചെറിയൊരു ഇങ്ങനെ നമ്മൾ വരച്ച് കാണിക്കുവാണെങ്കിൽ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, യു ക്യാൻ സി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് യാ. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദി MSB. ഇതെന്തായിരിക്കും? LSB ആയിരിക്കും, റൈറ്റ്? ദിസ് ഇസ് 7 ആൻഡ് ദിസ് ഇസ് 0, റൈറ്റ്? LSB. റൈറ്റ്, ഇതിന്റെ പേരെന്താണ്? സം ആണ്, ഓൾറൈറ്റ്? സോ ഇതെന്താണ്? ദിസ് ഇസ് കോൾഡ് എ വെക്ടർ, right? So this defines an 8-bit vector called sum of type 0. MSB എന്താണ്? 7 ആണ്, while the LSB is index 0. അതുപോലെ രജിസ്റ്റർ എന്ന് പറയുന്ന ടൈപ്പ് ആണ്. അതിന്റെ MSB എന്താണ്? 15 ആണ്. LSB എന്താ? 0 ആണ്. അതിന്റെ പേരെന്താണ്? Q ആണ്, alright? So this is vectors. Now അടുത്ത എന്താണ്? arrays. Now you can see there is a difference between vector and array over here. ഇവിടെ array എന്ന് പറയുമ്പോഴത്തേക്കും it is basically the vector of vectors. ഒരുപാട് വെക്ടേഴ്സിന്റെ ഒരു വെക്ടർ ആണ് എന്ത്? അറേസ് എന്ന് പറയുമ്പോൾ. ദാറ്റ് മീൻസ് നമ്മുടെ അറേയിൽ സപ്പോസ് യു ക്യാൻ വിഷ്വലൈസ് ലൈക്ക് ദിസ്. വലിയൊരു സപ്പോസ് ഒരു അറേ ഉണ്ട്, റൈറ്റ്? ലൈക്ക് ദിസ്, റൈറ്റ്? ഇതിനകത്ത് ഫസ്റ്റ് സംഭവം ഇത് തന്നെ എന്താണ്? ദിസ് ഈസ് അനദർ വെക്ടർ. ഇതൊരു വെക്ടർ ആണ്, റൈറ്റ്? അതുപോലെ അടുത്ത കോളം എന്തായിരിക്കും? ഇതൊരു വെക്ടർ ആയിരിക്കും, അടുത്തൊരു വെക്ടർ ആയിരിക്കും, റൈറ്റ്? സോ ഇതെന്താ? ബേസിക്കലി വെക്ടർ ഓഫ് വെക്ടേഴ്സ് ആണ്. To declare an array, the element type and dimensions are defined first.
right? So നമ്മൾ എന്താണ് element type, dimensions are defined first, followed by the array name and its dimensions. Let's try to understand this. Okay, suppose എന്തായിരിക്കും element type നോക്കിക്കേ, MSB index, LSB index, array name, right? So ആദ്യം നമ്മൾ എന്താണ് ഏത് വെക്ടർ ആണെന്ന് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ഈ വെക്ടറിന്റെ വെക്ടേഴ്സ്, റൈറ്റ്? സോ ഈ ഒരുപാട് സപ്പോസ് നമ്മൾ ആദ്യം നമ്മൾ എന്താ പറയും വെക്ടർ എന്താണ്, റൈറ്റ്? ദെൻ ലോട്ട് ഓഫ് വെക്ടേഴ്സ് വിൽ ഫോം വൺ അറേ. അതുകൊണ്ടാണ് ഈ രണ്ടാം നമ്മൾ അറേ നെയിം കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് യു ക്യാൻ സി രജിസ്റ്റർ സോ വെക്ടറിന്റെ പേര് എന്താണ്? വെക്ടറിന്റെ ടൈപ്പ് എന്താണ്? രജിസ്റ്റർ ആണ്. അത് എത്രയാണ്? അതിന്റെ MSB 7, LSB 0. നൗ മെം എന്ന് പറയുമ്പോൾ എന്താണ്? അറേയുടെ പേരാണ്. സോ അറേയുടെ സൈസ് 0 to 4095 വരെ ഉണ്ട്. ഓരോ കോളം നമ്മൾ ഓരോ സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ എന്തായിരിക്കും? ഓരോ വെക്ടർ ആണ്. ആ വെക്ടറിന്റെ ടൈപ്പ് എന്താണ്? രജിസ്റ്റർ ആണ്. 7 to 0 ആണ് അതിന്റെ MSB to LSB. സോ അറേ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് എ വെക്ടർ ഓഫ് വെക്ടേഴ്സ്, റൈറ്റ്? You can see mem is a 4096 location array with each location storing. See, you can see with each location, ഓരോ ലൊക്കേഷൻ എന്താണ്? 8 bit ആണ്. You can see this is 8 bit. Now ഇങ്ങനെ നമ്മൾ കൊടുക്കുക integer A10 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലും see this also means integer type ആണ്. അതിന്റെ പേര് A ആണ്. 1 to 100 ആണത്. So defines an array of 100. ഇങ്ങനെയും നമുക്ക് കൊടുക്കാം. Defines an array of 100 integers array കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. All right. So this is also valid array in Verilog. All right. So this was the initial first construct data types. Data types and the 5 portions ആയിട്ട് divided ആണ്. 5 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ആയിരിക്കും. Alright, then മൂന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റർ. ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം എന്താണ്? നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി, റൈറ്റ്? സോ ആഫ്റ്റർ ഫിനിഷിംഗ് വാട്ട് all these things are, we will move to the practical aspect of the Verilog. So I hope you understood this video. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ you can put your comments in the comment box. I will try to answer as much as I can. Okay, so thank you for watching.